അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ കല്യാണം ഗംഭീരമായിട്ട് നടക്കും. അരവിന്ദ്, നിന്റെ അഭിപ്രായം എന്താ? ഇവിടെയെല്ലാം അമ്മ പറയുന്ന പോലെ നടക്കുന്നത്. ഇതും അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നടക്കും. അതാണോ കാര്യം? കൃഷ്ണേട്ടന്റെ മനസ്സിലുള്ള സംശയം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോന്നറിയാനാ ഞാൻ എല്ലാവരോടും ചോദിച്ചത്. നിങ്ങളുടെ മനസ്സിലുള്ളത് അറിഞ്ഞു. ഇനി ഞാൻ ഈ തോക്കിനോട് ചോദിക്കാൻ പോവാ. ഈ തോക്കില് 3 ബുള്ളറ്റ് ഉണ്ട്. അഖിലെ പറഞ്ഞ കേക്ക്. ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഈ കല്യാണം തന്നെ നടക്കും. ചേച്ചി വേണ്ട, പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അഖിലെ വേണ്ട, ആ തോക്കും കിടക്ക്. കൃഷ്ണേട്ടാ മാറ്. വാക്ക് പറഞ്ഞാ മാറ്റി ശീലമില്ല എനിക്ക്. ആന്റി വേണ്ട പ്ലീസ് ആന്റി. ഒന്നാമത്തെ ചാൻസ് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ അച്ഛൻ വേണ്ട കേട്ടോ. അച്ഛൻ അങ്കിൾ പറയുന്ന കേക്ക് വേണ്ട. അച്ഛൻ വേണ്ട, മാറിക്കാൻ. ശിവരാമേട്ട ഒട്ടും പ്ലീസ്. ആരും വരരുത്. കൊള്ളാം, ഇത് സൂപ്പർ ട്വിസ്റ്റ് ആണല്ലോ. ഏതായാലും കാണാൻ കൊള്ളാം. സൂപ്പർ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ട വേണ്ട, വേണ്ട കൃഷ്ണേട്ട. വരല്ലെന്നല്ലേ പറഞ്ഞത്? നിന്നെ കൊണ്ട് തോക്കെടുപ്പിച്ചത് ഞാനല്ലേ? അതിന്റെ ശിക്ഷ ഞാൻ തന്നെ എടുത്തോളാം. എനിക്ക് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായിട്ട് നിൽക്കാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. പിന്നെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായി കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെയാവണം. ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ശിവരാമൻ അങ്കിളുടെ കൊല്ലുകയോ? ദേ, എനിക്ക് തൃച്ചംബരത്തിന്റെ തകർച്ചയും അഖിലാണ്ടേശ്വരിയുടെ അന്ത്യവും മാത്രമാണ് ലക്ഷ്യം. ആന്റി സംശയം വേണ്ട. വിലാസിനി ആന്റിയുടെ പട്ടാഭിഷേകത്തിൽ അവസാനിക്കുന്ന പക മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ആന്റി ദേ നന്ദന. ഇവളെത്തിയോ? ആന്റി വേറെ ആരെയായി നോക്കുന്നേ? അല്ല, ഒരാള് കൊടുങ്കാറ്റായോ സുനാമി ആയോ ഒക്കെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. അതാ. അതാരാ? മഹേശ്വരി. മഹേശ്വരി അമ്മേ. അത് ശരിയാണല്ലോ. നന്ദനയും അമ്മയും കൂടി ഒരുമിച്ച് ബാംഗ്ലൂർ പോയതാണല്ലോ. അവര് പിന്നെ എവിടെ പോയി? നിങ്ങൾ വാ. നന്ദനെ അവസാനിപ്പിച്ച പോലെ. എന്തിനായിരുന്നു കൃഷ്ണേട്ടാ
എന്നെ കുറിച്ചെങ്കിലും. അഖിലേ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഫീലിംഗ് എന്താണോ അത് തന്നെയാണ് നീ തോക്ക് നിന്റെ നിറകിൽ വെച്ചപ്പോൾ എനിക്കുണ്ടായത്. അതാ അപ്പോൾ എന്റെ സർവ്വ നിയന്ത്രണങ്ങളും കൈവിട്ടുപോയത്. അഖിലേ, ഒരു നിമിഷം പോകേണ്ടത് നീയല്ല, നിന്നെ അതിനെ പ്രേരിപ്പിച്ച ഞാനായിരിക്കണമെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് എന്റെ മക്കളുടെ വാക്കുകൾ പോലും ഞാൻ കേട്ടില്ല. സോറി. നമ്മുടെ മക്കൾക്ക് 2 ശരീരമാണെങ്കിലും ഒരു മനസ്സാണാക്കില്ല. എനിക്കറിയാം. എന്നാലും കൃഷ്ണേട്ടനോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയേ ബാക്കിയുള്ളൂ എന്ന്. മരണം. അതെന്റെ കൃഷ്ണേട്ടന്റെ മടിയിൽ കിടന്ന് വേണം സംഭവിക്കാൻ. എന്റെ കൃഷ്ണേട്ടന്റെ അടയാളമായി ഞാൻ സിന്ദൂര രേഖയിൽ ചാർത്താറുള്ള കുങ്കുമത്തോടെ സുമംഗലിയായി. മഹേശ്വരി, ഷെയർ ചോദിച്ചതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും വരാതിരുന്നത്. അവര് കുറ്റം ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിയാലല്ലേ കുറ്റബോധം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചുവെന്ന് ഇപ്പൊ ഞാൻ ഓർപ്പിക്കുന്നു. ഓ, അതാണ് മഹേശ്വരി തൃച്ചംബരത്തേക്ക് വരാത്തത്. ഒരുപാട് ഫയലുകൾ പെൻഡിംഗ് ഉണ്ട്. കൃഷ്ണേട്ട, അഖിലേ, ഇനി ഏത് യമദേവം വന്നാലും നമ്മുടെ സ്വപ്നത്തിൽ ആനന്ദിന്റെ അരവിന്ദിന്റെ മക്കളെയും താലോലിച്ചിട്ടേ നമ്മൾ ഉറക്കണവരുള്ളൂ. കല്യാണം തലയ്ക്ക് പിടിച്ചപ്പോ എല്ലാം അങ്ങ് മറന്നു കൃഷ്ണേട്ട. ഹലോ അമ്മേ, ഞാൻ എത്തി. അമ്മ വിളിച്ചത് ഞാൻ കണ്ടില്ല, ഫോൺ സൈലന്റ് ആയിരുന്നു. ആ ശരി എന്നാ അമ്മേ, ഞാൻ പിന്നെ വിളിക്കാവേ. ഒട്ടും അപ് ടു ഡേറ്റ് അല്ലെന്നുമാണ് അവൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞു വിട്ടേക്കണം. വരട്ടെ കൃഷ്ണേട്ട, ധൃതി വേണ്ട. മാത്രമല്ല അയാള് യൂണിയന്റെ പ്രിയപ്പെട്ട ആളുവാ. പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ യൂണിയൻകാരോടൊക്കെ സമാധാനം പറയേണ്ടി വരും. നമ്മളായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കി വെക്കേണ്ട. ആദ്യം ശ്രീനിവാസിനെ നിരീക്ഷിക്കണം. അതിന് ഞാനൊരാളെ ഇടപാട് ചെയ്തിട്ടുണ്ട്. ഇത് കർണാടകത്തിലെ ബദാമി ഗുഹാക്ഷേത്രത്തിലെ പ്രസാദമാണ്. ഇത് തമിഴ്നാട്ടിലെ ആദികുംബേശ്വരി ക്ഷേത്രം. തീർന്നില്ലേ? ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പ്രസാദം. മൂപ്പരെ മാറ്റി നിർത്തി ഒരു കർമ്മവും ഇല്ലല്ലോ. സർവം വിഷ്ണുമയം. ശനീശ്വര പൂജാ പ്രസാദം. ശനീശ്വര പൂജ? ഫ്രം അഡ്രസ്സും ഇല്ലല്ലോ. ഇതേത് പ്രസാദം? ബ്രോ വേണ്ട ബ്രോ, സ്വപ്നം ചെയ്യല്ല ബ്രോ, വേണ്ടട്ടോ. എന്താ ഇത്ര ആലോചിക്കാൻ? സത്യം ചെയ്തതാ.
അമ്മയുടെ കൈകൊണ്ട് എടുത്തു തരുന്ന താലി കൊണ്ടേ എന്റെ കല്യാണം നടക്കൂ. ഇത് സത്യം. ഗംഗയുടെ കഴുത്തിലെ താലി കെട്ടുമെന്നല്ല. ഓ, അപ്പൊ അങ്ങനല്ലേ? അത് മതി സുബണ്ണ. അപ്പൊ അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. കല്യാണത്തിന് മുന്നേ ഗംഗ ഒരു ഫ്രോഡാണെന്ന് അമ്മയുടെ മുന്നിൽ തെളിയിക്കാൻ പറ്റിയ അമ്മ തന്നെ അവളെ അടിച്ച് പുറത്താക്കിക്കോളും. കറക്റ്റ് ബ്രോ. പക്ഷേ ഇതെങ്ങനെ തെളിയിക്കും? ആനന്ദ്, നീ ആന്റിക്ക് സത്യം ചെയ്തു കൊടുത്തപ്പോ കല്യാണി ആകെ തളർന്നിട്ടുണ്ടാവും. നീ ആദ്യം അവളെ ഒന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അത് ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവസരം മുതലാക്കുന്നവളാ പ്രിയങ്ക. കരുക്കൾ നീക്കാനും ചെക്ക് പറയാനും അവസരം നോക്കി കാത്തിരിക്കുന്നവൾ. അവള് പറഞ്ഞതൊക്കെ നീ ശ്രദ്ധിച്ചോ? നീയും ആനന്ദും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കാൻ പൂജ വരെ നടത്തിയെന്ന്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. മനസ്സിലായില്ലേ? ഒന്ന്, ഇനി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് നിന്നെ ഒരു ലെവലേശോ സംശയം വരില്ല. രണ്ട്, ആനന്ദിനെ കൊണ്ട് നിന്റെ കഴുത്തിലെ താലി കെട്ടുള്ളൂ എന്ന് സത്യം ചെയ്തു വാങ്ങിച്ചിരിക്കുന്നു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അടുക്കളക്കാരിയുടെ കഴുത്തിൽ കെട്ടാൻ ആനന്ദിന് താലിയെടുത്ത് കൊടുക്കില്ല എന്ന് നിനക്ക് വിശ്വസിക്കാം. കണ്ടില്ലേ സത്യം? ഓ നാശം. സഹദേവേട്ടന് എന്തെങ്കിലും കാര്യമായ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിളിച്ചോളൂ. ഹലോ സഹദേവേട്ടാ. ആ അതെയോ? അത് ശരി. സത്യം ചെയ്ത് തന്നതൊക്കെ തന്നെയാ. വലിയ ഞാൻ എന്നോട് പൊറുക്കണം. ഇതല്ലാണ്ട് വേറെ വഴിയില്ല കല്യാണിക്ക്. എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നേ? വാ ഇറങ്ങ. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങാൻ. അല്ല, നിന്റെ മരണം കൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോ. ഞാൻ പറയാറില്ലേ, മരണത്തിലേക്കായാലും അതല്ല ജീവിതത്തിലേക്കായാലും നിന്നെ പിന്നാലെ നടത്തിച്ച് ഞാൻ പോവുമെന്ന്. നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ഉണ്ടാവില്ല കല്യാണി. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരുമിച്ച് മരിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാനാ. നിന്നെ എനിക്ക് വേണം കല്യാണി. നോക്ക്, എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ നീ തന്നെ ആയിരിക്കും പെണ്ണ്. ഇത് പറയുന്നത് നിന്റെ വല്യ കുഞ്ഞ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. കല്യാണി, ദേ, ഈ കണ്ണുകൾ കണ്ണീരണിഞ്ഞ് നനഞ്ഞ് ഞാൻ കാണരുത്. ചിരിച്ചേ, ചിരിക്ക്. കൊള്ളാം. ഇപ്പൊ ഈ മുഖത്തൊരു ചെമ്പരത്തി വിടർന്ന ചേലുണ്ട്. എന്നാൽ എന്റെ കെട്ടിയോള് സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെല്ല. ആനന്ദേട്ടനും കൂടി ഇവിടെ വന്ന് ഇറങ്ങി. എന്ത്? ആനന്ദ കല്യാണിയോ? ആ, ആനന്ദും കല്യാണിയോ ആണോ അതോ മൊയ്തീനും കാഞ്ചനയാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും കണ്ണീരൊപ്പി സമാധാനപ്പെടുത്തി ഇവിടുന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടു. സമാധാനിപ്പിക്കത്തേ ഉള്ളൂ. രാവിലത്തെ പൂരം നീ കണ്ടതല്ലേ? അതൊരു ട്രെയിലറാ. കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതെ, നീ വെറുതെ തണുപ്പടിച്ച് പനി പിടിപ്പിക്കണ്ട. വാ. ആ, അത് ശരിയാ. നടക്ക്.
എന്നാലും ആന്റി ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇന്നലെ രാത്രിയില് ആ കല്യാണിയും ആനന്ദേട്ടനും കൂടി എവിടെ പോയിന്നാ. ആ വാ ഇരിക്ക്. ഇപ്പൊ മുഖത്തൊരു കല്യാണ പെണ്ണിന്റെ ചന്തമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. വെരി ഗുഡ് മോർണിംഗ്. ആരത്തി വരുത്തിച്ച ആഭരണങ്ങളാ. ഈ ആഭരണങ്ങളെല്ലാം കൂടി കണ്ടപ്പോ ഏത് സെലക്ട് ചെയ്യണം ഏത് സെലക്ട് ചെയ്യണ്ട എന്നൊരു കൺഫ്യൂഷൻ. അതാ നിന്നെ വിളിച്ചത്. നല്ലത് സെലക്ട് ചെയ്യാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ. മാത്രമല്ല ബ്രാൻഡ് അംബാസിഡറും ആണല്ലോ. അപ്പൊ നീ തന്നെ വേണം എന്റെ ആനന്ദിന്റെയും കല്യാണത്തിനുള്ള ആഭരണങ്ങൾ സെലക്ട് ചെയ്ത് തരേണ്ടത്. അതാ അതിന്റെ ശരി. അല്ല ചേച്ചിയപ്പോ ഈ ജുവൽസ് ഒക്കെ ഗംഗയ്ക്ക് വേണ്ടിട്ടല്ലേ വരുത്തിച്ചേ? എന്നിട്ടിപ്പോ കല്യാണിക്കാന്ന് പറഞ്ഞാല്? നിന്നോട് ആരാ ഇത് ഗംഗയ്ക്ക് വരുത്തിയെന്ന് പറഞ്ഞത്? ഞാനിത് കല്യാണിക്ക് വേണ്ടി തന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്. കല്യാണിയെ കൊണ്ട് ഞാൻ സെലക്ട് ചെയ്യിക്കാന്ന് വിചാരിച്ചപ്പോ അതിനു മുൻപ് ഗംഗ അത് ചെയ്യിച്ചു. വെരി ഗുഡ്. നിനക്ക് ഈ ഡയമണ്ട്സ് ഒന്നും പകരമാവില്ലെന്നറിയാം. എന്നാലും ഇതെല്ലാം നിനക്കുള്ളതാ, എടുത്തോളൂ. എന്താ കല്യാണി നിന്റെ കണ്ണു നിറഞ്ഞത്? നിന്റെ കല്യാണം സമൂഹ വിവാഹത്തിൽ ഉൾപ്പെടുത്തി നടത്തുന്നോണ്ടാണോ? തൃച്ചംബരത്ത് ഒരംഗം സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ അങ്ങനെ തീരുമാനിച്ചത്. നീ ഈ തൃച്ചംബരത്ത് ഒരംഗമാണെന്ന് അറിയിക്കാൻ ഞാൻ തരുന്ന സമ്മാനമായത്. സന്തോഷമായിട്ട് എടുക്കൂ. ബ്രോ വേണ്ട ബ്രോ, സത്യം ചെയ്യല്ലേ ബ്രോ, വേണ്ടട്ടോ. എന്താ ഇത്ര ആലോചിക്കാൻ? സത്യം ചെയ്തതാ. അമ്മയുടെ കൈകൊണ്ട് എടുത്തു തരുന്ന താലി കൊണ്ടേ എന്റെ കല്യാണം നടക്കൂ. ഇത് സത്യം. അതല്ല, നിന്റെ മരണം കൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോ. ഞാൻ പറയാറില്ലേ, മരണത്തിലേക്കായാലും അതല്ല ജീവിതത്തിലേക്കായാലും നിന്നെ പിന്നാലെ നടത്തിച്ചേ ഞാൻ പോവുമെന്ന്. നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ഉണ്ടാവില്ല കല്യാണി. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരുമിച്ച് മരിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാനാ. നിന്നെ എനിക്ക് വേണം കല്യാണി. കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അപ്പോഴേ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാലേ അത് തിരുത്താനും കഴിയുള്ളൂ. തൃച്ചംബരത്ത് ഒരംഗമാണ് നീയെന്ന് മറക്കരുത്. തൃച്ചംബരത്തുകാർക്ക് പണമല്ല പ്രധാനം, അന്തസ്സ. ഇനിയെങ്കിലും ആ നിലവാരത്തിനൊത്ത് ഒന്ന് ചിന്തിക്കാൻ പഠിക്കും.
നല്ല വിശപ്പ്. ഭയം തോൽക്കുന്നിടത്താണ് വിജയത്തിന്റെ ആദ്യ പടിയെന്ന് മറക്കരുത്. ഇനി എത്ര വലിയ ആഭരണങ്ങൾ അണിഞ്ഞാലും അവള് പോകുന്നത് സമൂഹ വിവാഹ പന്തലിലേക്കാണ്. അഖില കണ്ടെത്തിയ നീരജെ അവളുടെ കഴുത്തിൽ താലി ചാർത്തും, അതും സമൂഹ വിവാഹ ചടങ്ങിൽ വെച്ച്. ഒരു ഔദാര്യ കല്യാണം. അതിനെ അവൾക്ക് യോഗമുള്ളൂ. യോഗമുണ്ടാകൂ. യോഗമുണ്ടാകാവൂ. ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ. ഫുൾ ലോഡഡ് ഗണ്ണ. ശത്രു കൂടെ നിൽക്കുന്ന നിഴലാണെങ്കിൽ കൂടി ഇടനെഞ്ചു നോക്കി പായിക്കണം ബുള്ളറ്റ്. വേണ്ട, ആവശ്യം വരുമ്പോ പറയാം. ആയുധം ഒരലങ്കാരമാണ് ക്ഷത്രിയർക്ക്. ഇപ്പൊ വേണ്ട പ്രിയങ്കെ. ശരി, വേണ്ടെങ്കിൽ വേണ്ട. പോയിട്ട് വാ, ഞാനുണ്ടിവിടെ. ഹലോ ഹലോ, അരവിന്ദേട്ടനില്ലേ? കുളിക്കുക? ആരാ? ഞാൻ ശ്യാമയാ, പിന്നെ വിളിക്കാം. ഹലോ ഹലോ. ആരായിരിക്കും? അരവിന്ദ്, ഇപ്പൊ പോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. എനിക്കിപ്പോ പോയേ പറ്റൂ. ആരും സഹായിക്കാനില്ലാത്ത ഒരാളെ സഹായിക്കാനാണ് ഞാൻ പോകുന്നത്. അത് നീയല്ല, ആര് പറഞ്ഞാലും ഞാൻ പോയിരിക്കും. നിങ്ങൾ പോവോ? ഞാൻ പോവും. എങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ എന്റെ ശവം ചുമപ്പിക്കും. ഞാൻ കാണിച്ചു തരാം. നിന്റെ ശവം ചുമക്കാനൊന്നും എനിക്ക് നേരമില്ല. ഹലോ, നന്ദനയാണ്. എനിക്കൊരു ഗ്ലാസ് പാല് വേണം. ശരി മാഡം. നിങ്ങൾ പോവോ? ഞാൻ പോവും. എങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ എന്റെ ശവം ചുമപ്പിക്കും. ഞാൻ കാണിച്ചു തരാം. അമ്മ
അമ്മയാ. എന്താ? അവളെ എടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. അത് വേണ്ട, അഖില ഒരു കാര്യം ചെയ്യല്ലേ, ഞാൻ പോയി വിളിക്കാം. ഇത്രയും നാളും അവള് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ അവള് കുടുങ്ങും. അവൾക്കുള്ള കെണി അവൾ തന്നെ ഒരുക്കി കഴിഞ്ഞു. ആന്റി എന്തൊക്കെയാ പറയുന്നത്? നമ്മള് പ്ലാൻ ചെയ്യാതെ തന്നെ കല്യാണി കുടുങ്ങുമെന്നോ? എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ അത് നീ കണ്ടു മനസ്സിലാക്ക. ദേ നോക്ക്, സൂപ്പർ ആന്റി, ഇപ്പൊ മനസ്സിലായി. വെറുതെ അല്ല ശകുനി മന്ദര വിശേഷണമെന്ന്. നാളത്തെ സൂര്യോദയം അടുക്കളക്കാരിക്ക് സമ്മാനിക്കുന്നത് തീരാ നഷ്ടമായിരിക്കും. ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം. മാഡം വാ, ഇറങ്ങ്. അവിടെ ആരുമില്ല ബ്രോ. നിറമിഴിത്തോരില്ലേ എരിവേനൽ ചൂടുരുകീടും പീഡയം